അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? പിന്നെന്താ, വിത്ത് പ്ലഷർ. എനിക്ക് ആക്ച്വലി ഇവിടെ വർക്ക് ചെയ്യാണ് വേണ്ടത്, പരാതികളല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പറയൂ അഭിലാഷ്. നിങ്ങൾ കള്ളപ്പരാതി എടുക്കുന്നതല്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ സോപ്പ്. അല്ല, ഞങ്ങൾ വലിയ മുറിയെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പണിയെടുക്കുന്നില്ല, ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഒരിത്തിരി വെള്ളം പോലും തരുന്നില്ല. ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. എനിക്കറിയാം ഇവിടെ ആര് പണിയെടുക്കുന്നു ആര് പണിയെടുക്കുന്നില്ല. അത് ഞാൻ ശശി, പൂങ്കായി ശശി. ചെയ്ത ജോലിയുടെയും പെരുമാറ്റത്തിന്റെയും അടിസ്ഥാനത്തിൽ കോയിനുകൾ വിതരണം ചെയ്യാവുന്നതാണ്. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. എനിക്ക് തോന്നിയ ആൾക്കാർക്ക് ഞാൻ കൊടുക്കുള്ളൂ. നാടത്തിന്റെ ഇഷ്ടം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മസ്താനി വാ, അഭിലാഷ് വാ. ഇത്ര എനിക്ക് തോന്നുള്ളൂ. ലക്ഷ്മിക്ക് കൊടുക്കണം മാഡം, ലക്ഷ്മിക്ക് ആദിലേക്കും കൊടുക്കണം മാഡം. തോന്നിട്ട് തരട്ടെ, ആരും പറഞ്ഞിട്ട് ആർക്കും തരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ, ആദില, ലക്ഷ്മി വാ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആദ്യം കുറച്ചു പേർക്ക് കൊടുത്ത് പിന്നെ എന്തൊന്നിരുന്ന് ആലോചിക്കണം. ബാക്കിയുള്ളവർ പറയേണ്ടി വന്ന, ബാക്കിയുള്ളവർ പണിയെടുത്തുന്നുള്ളത്. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. ഇല്ല, ഞാൻ ആലോചിച്ചോട്ടെ. അതിനിപ്പോ എനിക്ക് സമയം എടുക്കൂല ആലോചിക്കാനൊക്കെ. നീ ഒന്നും പണയണ്ട. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. അതവര് പറഞ്ഞുകൊണ്ടാണ് മോള് ബാക്കി എനിക്ക് ലക്ഷ്മിക്ക് തന്നത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കൂല. പതുക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇല്ല, അതെന്തോ പറയണ കേട്ടിട്ട് തന്ന പോലെ തോന്നി. ഡിസേർവിംഗ് ആണെന്ന് തോന്നാണ്ട്. ഇല്ല, അതെന്തോ പറയണ കേട്ടിട്ട് തന്ന പോലെ തോന്നി. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഞാൻ പോകുന്നു. ബൈ ബൈ.